സ്പെയിനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയം തീവച്ച് നശിപ്പിക്കുവാൻ ശ്രമം. ജനുവരി 25 രാത്രി ജെറസിലെ സാൻ മിഗ്വേൽ പള്ളിയുടെ പ്രവേശന കവാടങ്ങളിലൊന്നിന് തീയിടാനുള്ള ശ്രമമാണ് പ്രദേശവാസികളുടെ അവസരോചിത ഇടപെടലിൽ ഒഴിവായത്. ദേവാലയത്തിൻ്റെ മറ്റൊരു വാതിലിലും തീപിടുത്തമുണ്ടായി. ഇത്തവണ അഗ്നിശമന സേനയുടെ ഇടപെടലിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി ഓഫ് ടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. 2 സംഭവങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ദേവാലയം രണ്ടാമത് തീയിടാനുള്ള ശ്രമത്തിന് മുന്നോടിയായി തീ പടരുന്നത് സുഗമമാക്കുന്നതിന് വാതിലിൻ്റെ വിള്ളലുകളിൽ പേപ്പർ നിറച്ചിരുന്നുവെന്നും ഇത് പള്ളിക്കകത്ത് വലിയ പുകയുയരാൻ കാരണമായെന്നും OIDAC വ്യക്തമാക്കി. അഗ്നിശമന സേനാംഗങ്ങളുടെ പെട്ടെന്നുള്ള ഇടപെടൽ ഫലം കാണുകയായിരുന്നു. പ്രാദേശിക മേയറായ മരിയ ജോസ് ഗാർസിയ പെലെയോ അക്രമ സംഭവത്തെ അപലപിച്ചു. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അക്രമ സംഭവമാണെന്നും തീപിടുത്തമുണ്ടായത് വളരെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. 6 നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ പൈതൃക നിർമ്മിതികളിൽ ഉൾപ്പെടുന്ന ദേവാലയമാണ് ജെറസിലെ സാൻ മിഗ്വേൽ ദേവാലയം. അതേസമയം സമീപ വർഷങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ദേവാലയങ്ങൾക്കും നേരെ ആക്രമണം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. OIDAC യൂറോപ്പ് 2024 റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം 35 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി 2444 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ അരങ്ങേറിയതായാണ് കണക്കുകൾ.